ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ഷൂറ അംഗവുമായ ഡോക്ടർ നഹാസ് മാല സാഹിബ് ഈ സമ്മേളനത്തെ അഭിമുഖീകരിച്ച് നമ്മോട് സംസാരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് സാഹിബ്, സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് തൗഫീഖ് സാഹിബ്, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സെക്രട്ടറി അബൂബക്കർ സാഹിബ്, വേദിയിലിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആദരണീയരായ നേതാക്കൾ, സമാദരണീയരായ സദസ്സിലെ എൻ്റെ ആദരണീയരായ രക്ഷിതാക്കൾ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇസ്ലാമിക പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരാമുഖമെന്ന നിലയിൽ ബഹുമാന്യനായ നഹാസ് സാഹിബിൻ്റെ പ്രഭാഷണം നിങ്ങൾ ശ്രവിച്ചു കഴിഞ്ഞു. എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന്, അതിൻ്റെ ആശയപരമായ അടിത്തറ എന്ത് എന്ന് വളരെ കൃത്യമായി അത് സമൂഹത്തിൻ്റെ മുമ്പാകെ പലപ്പോഴായി പറഞ്ഞുകൊണ്ടേയിരിക്കാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്ത് ചരിത്രത്തിൽ പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിനെ അതിൻ്റെ സമഗ്രമായ സ്വഭാവത്തിൽ ഉൾക്കൊണ്ട ഒരു ഇസ്ലാമിക പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഒരാചാരമല്ല, കേവലം അനുഷ്ഠാനങ്ങളല്ല, മറിച്ച് ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമൊക്കെ അപ്പുറത്ത് അതിനോടൊപ്പം ജീവിതത്തെ മുഴുവൻ ബാധിക്കുന്ന അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള മാർഗദർശനമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിനെ കാണുന്നത്. എൻ്റെ വ്യക്തി ജീവിതത്തെയും എൻ്റെ കുടുംബജീവിതത്തെയും എൻ്റെ സാമൂഹ്യ സാമ്പത്തിക രംഗത്തെയും എല്ലാം എനിക്ക് അള്ളാഹുവിൻ്റെ ഹിതപ്രകാരം ഇഷ്ടപ്രകാരം ചിട്ടപ്പെടുത്താനുള്ള അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള മാർഗനിർദ്ദേശമാണ് ഇസ്ലാം എന്നതാണ് ജമാഅത്തെ ഇസ്ലാമി സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണം തൊട്ട് നാളിതുവരെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശ അടിത്തറകളിൽ നിന്നുകൊണ്ട് തന്നെ വ്യക്തി ജീവിതത്തെയും കുടുംബജീവിതത്തെയും അഭിമുഖീകരിക്കുന്നത് പോലെ തന്നെ സാമൂഹ്യ ജീവിതത്തെയും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെയും അത് അഭിമുഖീകരിച്ചു പോന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളോട് സംവദിച്ചുകൊണ്ടാണ് ചരിത്രത്തിൽ പ്രവാചകന്മാർ അവരുടെ ദൗത്യം നിർവഹിച്ചു പോകുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് നമ്മുടെ ചുറ്റുപാടുകളോട് സംവദിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ദൗത്യം നിർവഹിച്ചു പോരുന്നത്. സമകാലിക ഇന്ത്യ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വംശീയത അതിൻ്റെ മൂർത്തരൂപം പൂണ്ട, ഭരണകൂട രൂപം പൂണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വംശീയ ഭരണകൂടത്തിൻ്റെ ഏറ്റവും പ്രഥമ ദൗത്യമെന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. വിചാരധാര വ്യക്തമാക്കുന്നതിൽ ഒന്നാമത്തെ ഒരു വിഭാഗം മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. പിന്നീട് ക്രൈസ്തവർ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ അതിനപ്പുറത്ത് കമ്മ്യൂണിസ്റ്റുകളും ആ ഗണത്തിൽപ്പെട്ടതാണ്. ഇപ്പോഴങ്ങനെയല്ല. അതിനപ്പുറത്ത് തങ്ങളോട് വിയോജിക്കുന്നവരെല്ലാം തങ്ങളുടെ പ്രതിയോഗികളായി കണ്ടുകൊണ്ടുള്ള ശക്തമായ ഉന്മൂലന പദ്ധതിയുമായിട്ടാണ് നമ്മുടെ രാജ്യത്ത്, ഈ രാജ്യത്തെ ഭരണകൂടം, സംഘപരിവാർ ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം ഞാൻ ഓർത്തു പോകുന്നത്, കഴിഞ്ഞ ദിവസം വാജ്പേയിയുടെ ജന്മദിന അനുസ്മരണ പ്രോഗ്രാം പാറ്റ്നയിൽ നടക്കുകയുണ്ടായി. പാറ്റ്നയിൽ നടക്കുമ്പോൾ സാധാരണഗതിയിൽ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ യാത്രയിലും അതുപോലെ തന്നെ ഉപവാസങ്ങളിലുമൊക്കെ ആലപിക്കാറുള്ളൊരു ഭക്തിഗാനമുണ്ട്. രഘുപതി രാഘവ രാജാറാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭക്തിഗാനം. ആ ഭക്തിഗാനം ആലപിക്കുന്നതിനിടക്ക് സ്വാഭാവികമായും അതിനകത്ത് അടുത്ത വരി വന്നു. ഈശ്വർ അള്ളാ തേരേ നാം എന്നാണ് അടുത്ത വരി വന്നത്. അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാവുന്ന ഒന്നാണ്. പക്ഷെ അത് കേൾക്കേണ്ട താമസം ആ സദസ്സ് ഇളകി എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഒരു മുൻ കേന്ദ്രമന്ത്രി അശ്വിനി ചൗബെ എന്ന് പറയുന്ന വ്യക്തി സ്റ്റേജിൽ കയറി ജയ് ശ്രീറാം വിളിക്കുകയാണ്. എവിടെയാണ് ഇന്ത്യ എത്തി നിൽക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അവസാനത്തേത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്.
അല്ലാ എന്ന പേര് വിളിക്കുന്നത് കേൾക്കാൻ ഈ രാജ്യത്തെ ഒരു കേന്ദ്രമന്ത്രിക്ക് ക്ഷമിക്കാൻ കഴിയാത്ത സ്വഭാവത്തിലേക്ക് ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹവും മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട വെറുപ്പിൻ്റെ ക്യാമ്പയിൻ അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. പൗരത്വ സമരവും അതുപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നീക്കം അതിൻ്റെ തുടർച്ചയാണ്. നമ്മുടെ രാജ്യത്ത് ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഏതാണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സമാനമായ സ്വഭാവത്തിൽ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. അതിലും അവർ ലക്ഷ്യമാക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ തന്നെയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം ഏതാണ്ട് അടിച്ചു പൊളിച്ച് അവർക്കനുസരിച്ച ഒരു സ്വഭാവത്തിലേക്ക് അതിൻ്റെ ചട്ടക്കൂട് മാറ്റിപ്പണിത് കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, അതെല്ലാം കഴിഞ്ഞ് മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് അവരുടെ തന്നെ ജീവിതത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിനകത്ത് ജീവിക്കുമ്പോൾ സമൂഹത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഏറ്റവും വലിയ സംഭാവനയാണ് വഖഫ് എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരുപാട് അടയാളങ്ങളുണ്ട്. എല്ലാ അടയാളങ്ങളും മായ്ച്ചു കളയാൻ ഗവൺമെൻറ് തീരുമാനമെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വഖഫ് ഭേദഗതി ബില്ല് വന്നപ്പോൾ നമ്മളെല്ലാവരും അതിനോട് പ്രതികരിച്ചതാണ്. മുസ്ലിങ്ങൾ മാത്രമല്ല, ബാക്കിയുള്ളവരും പ്രതികരിച്ചതാണ്. അതിൻ്റെ JPC അഥവാ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത്യന്തം അപകടകരമായ തീരുമാനമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അവരെടുത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാവുന്നു. ഇനി വഖഫ് സ്വത്ത് എന്ന് പറയുന്നത്, വഖഫ് ഭൂമി എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ കൂടി നിയന്ത്രണത്തിലും അധീനതയിലും കൊണ്ടുവരാൻ കഴിയുന്ന ഭേദഗതിയാണ് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ വഖഫ് സെൻട്രൽ കൗൺസിലിനകത്ത് ഇനി സംഘപരിവാറുകാരനുണ്ടാകാം, RSSകാരനുണ്ടാകാം. അതുപോലെ തന്നെ വഖഫ് ബോർഡിനകത്ത് സംഘപരിവാറുകാരനുണ്ടാകാം. ഒരു BJPയുടെ MP ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിനകത്ത് ഉണ്ടാകാം. അതുപോലെ തന്നെ വഖഫ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട അന്തിമ വിധിക്കപ്പുറത്ത് ഹൈക്കോടതിയിലേക്ക് പോകാം. അതിൻ്റെ തന്നെ ചുമതല എന്ന് പറയുന്നത് കലക്ടർക്കാകാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രാജ്യത്ത് കോടാനുകോടി രൂപയുടെ വഖഫ് പ്രോപ്പർട്ടി ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. മുസ്ലിം കമ്മ്യൂണിറ്റി അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ സ്വത്തിൻ്റെ പേരാണ് വഖഫ് എന്ന് പറയുന്നത്. ആ വഖഫുമായി ബന്ധപ്പെട്ട് ആ വഖഫ് പ്രോപ്പർട്ടിയിലുള്ള ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും സംവിധാനമുണ്ട് എങ്കിൽ ഗവൺമെൻറ്റിന് അത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് പ്രഖ്യാപിക്കാം എന്നുള്ളത് കൂടി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അത്യന്തം അപകടകരമായ ഒരു ജനത കാലങ്ങളായി ദാനം ചെയ്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്ത് ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിനും ഒരു കമ്മ്യൂണിറ്റിയുടെ എംപവർമെൻറ്റിനും വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളെ വരെ സ്വന്തമാക്കുന്ന അപകടകരമായ നീക്കമാണ് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് നടപടിക്രമങ്ങൾ മൂന്നാമത് അല്ലെങ്കിൽ കഴിഞ്ഞ ഈ പറയുന്ന സംഘപരിവാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ രാജ്യത്ത് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇരകളാണ് മുസ്ലിം കമ്മ്യൂണിറ്റി. അതിനെതിരെ പൊരുതുന്നവരാണ് ഈ രാജ്യത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി. ദേശീയ തലത്തിൽ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിം സമുദായം ഇന്ന് കേസുകൾ ധാരാളമായി കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കലാപങ്ങൾക്ക് ഇരയാകുന്നവരാണ്, വംശഹത്യക്ക് ഇരയാകുന്നവരാണ്, മൊബ് ലിങ്കിങ്ങിന് ഇരയാക്കപ്പെടുന്നവരാണ്. അതുപോലെ തന്നെ നിരപരാധികളായ ആളുകൾ UAPA ചുമത്തപ്പെട്ട് ജയിലിൽ അടക്കപ്പെട്ടവരാണ്. ഇങ്ങനെ ഒരു രാജ്യത്ത് വംശീയ ഉന്മൂലന അജണ്ടയുമായി മുന്നോട്ട് പോകുന്ന ഗവൺമെന്റിനോട് ജനാധിപത്യത്തിൻ്റെയും നിയമത്തിൻ്റെയും ഭാഷയിൽ പൊരുതി അതിജീവനത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് ഇടതുപക്ഷം സ്വീകരിക്കുന്ന സമീപനമെന്ത് എന്ന് സമകാലിക രാഷ്ട്രീയം പരിശോധിക്കുന്ന നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. സമീകരണ സിദ്ധാന്തമാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. വേട്ടക്കാരനെയും ഇരയെയും സമീകരിക്കുന്ന, ലോകത്ത് ഒരിക്കലും നമുക്ക് ഭാവനയിൽ പോലും കാണാൻ കഴിയാത്ത, ചിന്തിക്കാൻ കഴിയാത്ത അപകടകരമായ തിയറിയാണ് CPM കേരളീയ സമൂഹത്തിനകത്ത് ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാം. CPM ഇന്ന് എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ കേരളത്തിലാണ് ഇന്നുള്ളത് എന്ന് നിങ്ങൾക്കറിയാം. കേരളത്തിൻ്റെ പുറത്തേക്ക് നമ്മൾ ആലോചിക്കണം. ഒരു ജനത എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന്, ഒരു ജനത അവരുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രതിസന്ധികളാണ് നേരിടുന്നത് എന്ന്, അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി ഒരു കമ്മ്യൂണിറ്റി അവരുടെ ഭാഗത്ത് നിന്ന് ജനാധിപത്യപരമായ ഇടപെടലുകൾ നടത്തുമ്പോൾ
ആ ഇടപെടലുകൾ തങ്ങൾക്ക് അനുഗുണമല്ല, തങ്ങൾക്ക് അനുകൂലമല്ല എന്നതിൻ്റെ പേരിൽ മാത്രം ആ കമ്മ്യൂണിറ്റിയെ അപരവൽക്കരിക്കുന്നതിന് ആവശ്യമായ അപകടകരമായ നീക്കങ്ങളാണ് കേരളത്തിലെ CPIഎമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് കാണാവുന്നതാണ്. എന്താണ് ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രകോപനത്തിൻ്റെ അടിസ്ഥാനം, ആധാരമെന്ന് നിങ്ങൾ ചിന്തിക്കുക. മറ്റൊന്നും നമുക്ക് കണ്ടെത്തുക സാധ്യമല്ല. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ നമ്മുടെ രാജ്യത്ത് നടന്നു. നമ്മൾ ആഗ്രഹിച്ചതെന്താ? ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ അല്ല ഇവരുടെ പ്രശ്നം. ആരാധിക്കുന്ന ആരാധനാലയം തകർക്കപ്പെടുന്ന ഇന്ത്യയിലാണ്, വഖഫ് പ്രോപ്പർട്ടി കവർന്നെടുക്കുന്ന ഇന്ത്യയിലാണ്, മൊബൈൽ ലിഞ്ചിങ് നടത്തപ്പെടുന്ന ഇന്ത്യയിലാണ്, വിദ്യാഭ്യാസം അട്ടിമറിക്കപ്പെടുന്ന ഇന്ത്യയിലാണ്, പൗരാവകാശങ്ങൾ ഓരോന്നായി കവർന്നെടുക്കപ്പെടുന്ന ഇന്ത്യയിലാണ്, പൗരത്വം ഭേദഗതി ചെയ്ത് ഈ രാജ്യത്തെ പൗരന്മാരുടെ പൗരത്വത്തിന് നേരെ ചോദ്യശരങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലാണ്, ഒരുപാട് ചെറുപ്പക്കാർ ജയിലിലടക്കപ്പെട്ട ഇന്ത്യയിലാണ് ഒരു കമ്മ്യൂണിറ്റി ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലുള്ള രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് ആ കമ്മ്യൂണിറ്റിയുടെ അതിജീവനത്തിന് സാധ്യമാകുന്ന വിധത്തിൽ സംഘപരിവാറിനെ അധികാരത്തിൽ നിന്ന് ഇറക്കുക എന്നുള്ളതാണ് ഈ കമ്മ്യൂണിറ്റിയുടെ അജണ്ട. ആ അജണ്ട വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2019 ഇലക്ഷൻ വന്നപ്പോൾ കോൺഗ്രസിനോട് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വിയോജിക്കുന്ന ഒരുപാട് പോയിന്റ് ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടത്തിൽ സംഘപരിവാറിന് അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണമെങ്കിൽ ആ അർത്ഥത്തിൽ ഇന്ത്യ അലയൻസിനെ പിന്തുണക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് അത്തരം ആ അർത്ഥത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗത്തെ പിന്തുണക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി അത്തരം ഒരു നിലപാട് സ്വീകരിച്ചത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ തീരുമാനത്തിന് UDFന്റെ ഭാഗം എന്നൊരടിസ്ഥാനം ഉണ്ടാകാം. അതിനപ്പുറത്തേക്ക് മുസ്ലിം മൈനോറിറ്റി കൺസോൾഡേറ്റ് ചെയ്യപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ രാജ്യത്ത് ബാബരി മസ്ജിദ് ഉൾപ്പെടെയുള്ള മഹറോളി മസ്ജിദ് ഉൾപ്പെടെയുള്ള മസ്ജിദുകൾ തകർക്കപ്പെടുന്നതിന് കാരണമായ സംഘപരിവാറിനെ താഴെ ഇറക്കണമെന്ന മനസ്സുകൊണ്ടാണ് അത് നിർവഹിച്ചത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ വിവേകം യഥാർത്ഥത്തിൽ CPIഎമ്മിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം CPIഎം ജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളതല്ല, ഒരു കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ ജീവിക്കണം, അതിജീവിക്കണം എന്നുള്ളതാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മുഖ്യമായ അജണ്ട എന്ന് മനസ്സിലാക്കാൻ കഴിയേണ്ടതാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയുമോ കഴിഞ്ഞ 2024 ഇലക്ഷൻ യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൊടുത്തപ്പോൾ ഇന്ത്യ അലയൻസിനാണ് കേരളത്തിലും പിന്തുണ കൊടുത്തത്. ഇന്ത്യയിലുടനീളം യഥാർത്ഥത്തിൽ ഇന്ത്യ അലയൻസിനാണ് പിന്തുണ കൊടുത്തത്. ആ ഇന്ത്യ അലയൻസിന് ജമാഅത്തെ ഇസ്ലാമി കൊടുത്ത പിന്തുണയുടെ ഗുണഭോക്താക്കളാണ് നിങ്ങൾ അറിയേണ്ടതുണ്ട്. തമിഴ്നാടിന്റെ മധുരയിലും അതുപോലെ തന്നെ ഡിണ്ടിഗലിലും അതേപോലെ തന്നെ അങ്ങ് രാജസ്ഥാനിലെ സിക്കന്ദറിലുമുള്ള നിങ്ങൾക്കറിയാവുന്നതുപോലെ CPIഎമ്മിന്റെ MP-മാർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിലെ സലീം എന്ന് പറയുന്ന പോളിറ്റ് ബ്യൂറോ അംഗം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചത് ആരെ എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തെ ഇന്ത്യ അലയൻസിനെയാണ്. CPIഎമ്മിനോട് ആഭിമുഖ്യമുള്ളത് കൊണ്ടോ കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ളത് കൊണ്ടോ CPIഎമ്മിനോട് വിരോധമുള്ളത് കൊണ്ടോ കോൺഗ്രസിനോട് വിരോധമില്ലാത്തത് കൊണ്ടോ അല്ല, മറിച്ച് ഈ കാലഘട്ടത്തിൽ സംഘപരിവാറിനെ താഴെ ഇറക്കുവാൻ ഒരു കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ മറ്റോപ്ഷനില്ല എന്നുള്ളിടത്താണ് ആ പിന്തുണ എന്ന രാഷ്ട്രീയ തീരുമാനം മനസ്സിലാക്കാൻ ഈ രാജ്യത്ത് പൗരന്മാർക്ക് സാധ്യമാണ്. പക്ഷേ അന്ന് തുടങ്ങിയതാണ് മൈനോറിറ്റിയുമായി ബന്ധപ്പെട്ട CPIഎമ്മിന്റെ ഭാഗത്ത് നിന്നുള്ള അപകടകരമായ നീക്കം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. CPIഎമ്മിന് അബദ്ധം പറ്റുന്നതല്ല. ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയമായി യോജിക്കാനും വിയോജിക്കാനൊക്കെ നമുക്ക് അധികാരമുണ്ട്. CPIഎമ്മിന് അബദ്ധം പറ്റിയതാണോ? അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ കഴിഞ്ഞ 6 മാസത്തിനകത്ത് CPIഎം എടുത്ത രാഷ്ട്രീയ നിലപാടുകളും പ്രസ്താവനകളും നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക. അപകടകരമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് കേരളീയ സമൂഹത്തിനകത്ത് അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അഥവാ മൈനോറിറ്റി വോട്ട് കൺസോളിഡേറ്റ് ചെയ്ത മറുഭാഗത്ത് വീണതിന് ശേഷം മൈനോറിറ്റിയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയർപ്പിക്കാൻ കഴിയില്ല എന്നിടത്ത് നിന്ന് അത് മൈനോറിറ്റിയുടെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യമാണെന്ന് മനസ്സിലാക്കുന്നതിന് പകരം തങ്ങൾക്ക് അധികാരത്തിൽ വരാനുള്ള ഏറ്റവും നല്ല വഴി എന്ത് എന്ന് ആലോചിച്ചിടത്ത് നിന്നാണ് അവർ സംഘപരിവാറിന്റെ നെറേറ്റീവ് ഏറ്റെടുത്തുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്കും ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്കും അകത്ത് വിഭജനം സൃഷ്ടിക്കുന്ന അതുപോലെ തന്നെ മൈനോറിറ്റി
പാർട്ടിക്കകത്ത് നിന്ന് അവരുടെ ഭൂരിപക്ഷ ഹൈന്ദവ വോട്ട് തങ്ങളുടെ കൂടെ നിർത്താൻ കഴിയുന്ന അപകടകരമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിലേക്ക് ഇടതുപക്ഷം കടന്നു പോകുന്നത് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. കേരളത്തിൽ ഈയിടെ നടന്ന ഒരുപാട് അവരുടെ ഭാഗത്ത് നിന്നുള്ള നിലപാടുകൾ നിങ്ങൾക്കത് വായിക്കാവുന്നതാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. മുനമ്പം എന്തുകൊണ്ടാണ് അവസാനിക്കാതെ പോയത് എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. മുനമ്പം കത്താൻ പാടില്ലാത്ത വിഷയമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ രാജ്യത്ത് യഥാർത്ഥത്തിൽ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി പോകേണ്ട കമ്മ്യൂണിറ്റിയാണ്. മതമുള്ളവരും മതമില്ലാത്തവരും സംഘപരിവാറിനെതിരെ ഒറ്റക്കെട്ടായി നിലയുള്ളേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. ഈ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയെയും മുസ്ലിം കമ്മ്യൂണിറ്റിയെയും ഒറ്റക്കെട്ടായി പോകുന്നിടത്ത് തടയിടുന്ന പ്രധാനപ്പെട്ട സംഭവമാണ് മുനമ്പം എന്ന് പറയുന്നത്. മുനമ്പം വിഷയം കത്തുന്ന ഘട്ടത്തിൽ തന്നെ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി കൂടിക്കൊണ്ട് കേരളീയ സമൂഹത്തിൽ ഭരണകൂടത്തോട് ശക്തമായ ഭാഷയിൽ പറഞ്ഞു, ഇത് കത്താൻ അനുവദിക്കരുത്. അതുകൊണ്ട് മുസ്ലിം സംഘടനാ നേതാക്കൾ സന്നദ്ധമാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രി മീറ്റിംഗ് വിളിച്ചു ചേർക്കണം, സഭാ നേതാക്കളെ വിളിക്കണം, അതുപോലെ തന്നെ മുസ്ലിം സംഘടനാ നേതാക്കളെയും വിളിക്കണം. നിയമത്തിന്റെ കുരുക്കിലേക്ക് പോകുന്നതിന് പകരം പരസ്പരം ഉഭയകക്ഷി അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് വഖഫ് പ്രോപ്പർട്ടി എല്ലാ അർത്ഥത്തിലും സംരക്ഷിച്ചുകൊണ്ട് തന്നെ മുനമ്പം വിഷയത്തിൽ പരിഹാരം കാണാവുന്നതാണ് എന്ന് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ കേരളത്തിലെ ഭരിക്കുന്ന കക്ഷിയോട് മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി പറഞ്ഞതാണ്. പക്ഷേ അതിന് ചെവി കൊടുത്തില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ആ അർത്ഥത്തിലുള്ള ഈ കമ്മ്യൂണിറ്റികൾക്കിടയിലുള്ള ഏതോ സ്വഭാവത്തിലുള്ള ആ അർത്ഥത്തിലുള്ള ഭിന്നിപ്പ് സംഘപരിവാറിനെ പോലെ ഈ രാജ്യത്ത് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നാർക്കോട്ടിക് ജിഹാദി എന്ന് പറയുന്ന അത്യന്തം അപകടകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് കല്ലറങ്ങാട്ട് അച്ഛന്റെ ഭാഗത്ത് നിന്ന് പാലാ ബിഷപ്പിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു ഘട്ടം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. നമുക്കറിയാമല്ലോ, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മതമില്ലാത്ത പ്രസ്ഥാനമാണ്, മതനിരാസ പ്രസ്ഥാനമാണ്. എങ്കിൽ മതങ്ങളോട് തുല്യമായ സമീപനം അവർക്ക് സ്വീകരിക്കാൻ കഴിയേണ്ടതല്ലേ? ആ ഘട്ടത്തിൽ ഒരു ജനവിഭാഗത്തെ മുഴുവൻ അവഹേളിക്കുന്ന സ്വഭാവത്തിലുള്ള പരാമർശം വന്നപ്പോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായ സമീപനം എന്താണ്? ആ പറയപ്പെട്ട പാലാ ബിഷപ്പിന്റെ അടുത്തേക്ക് സ്വന്തം മന്ത്രിയെ പറഞ്ഞയച്ചു എന്നുള്ളതാണ്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾക്കറിയാം, ഈ അടുത്ത് ഏറ്റവും അവസാനം ഞാൻ പറയുന്നത്, ഈ അടുത്ത് ശ്രീ PC ജോർജ് എന്ന് പറയുന്ന പേര് ഞാൻ പറയാൻ ആഗ്രഹിച്ചതല്ല, കേരളത്തിലെ ഒരു മുൻ MLA, ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ പേര് പറയുന്നത് ഈ സദസ്യനും അതുപോലെ തന്നെ ഈ വേദിക്കും കളങ്കമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് കേരളത്തിനകത്ത് അദ്ദേഹം നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താണ് സ്റ്റേറ്റ്മെന്റ്? മുസ്ലിം കമ്മ്യൂണിറ്റി ഭീകരവാദികളാണ്, മുസ്ലിം കമ്മ്യൂണിറ്റി തീവ്രവാദികളാണ്, അതുവരെ ഈ രാജ്യത്തിൽ നിന്ന് വിട്ടുപോകേണ്ടവരാണ്, പൊയ്ക്കോ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് എന്ന് കേരളത്തിലൊരു മുൻ ജനപ്രതിനിധി സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കാം. അദ്ദേഹത്തിന്റെ കൈകൾക്ക് വിലങ്ങ് വെക്കാൻ എന്തേ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിയാതെ പോയത്? ബോബി ചെമ്മണ്ണൂർ ബോംബിക്ക് കൈവിലങ്ങ് വെച്ചല്ലോ. അതുപോലെ തന്നെ ഈ കേരളത്തിലെ ഈ നിലമ്പൂരിലാണ് ഞാൻ സംസാരിക്കുന്നത്. നിലമ്പൂരിലെ MLA കയ്യിൽ കൈവിലങ്ങ് വന്നല്ലോ. ഞാൻ അതിന്റെ വിയോജിപ്പും അല്ല പറയുന്നത്. ആഭ്യന്തര വകുപ്പ് വളരെ ജാഗ്രതത്താൻ എത്ര ചെറുപ്പക്കാരെയാണ് UAPA ചുമത്തിയിട്ട് കേരള പോലീസ് അകത്തിട്ടിരിക്കുന്നത്. എന്തേ ശ്രീ PC ഈ പറയുന്ന MLA ഈ പറയുന്ന മുൻ ജനപ്രതിനിധിയുമായി ബന്ധപ്പെട്ട അത്യന്തം അപകടകരമായ ഒരു പ്രസ്താവന ഇറക്കിയിട്ട് അദ്ദേഹത്തിന് നേരെ നിയമ നടപടിക്ക് വൈകിപ്പോയത് എന്ന് ചോദിച്ചാൽ, ഇപ്പോഴും കോടതി വ്യവഹാരങ്ങൾക്ക് അത് വിട്ടുകൊടുത്തത് എന്ന് ചോദിച്ചാൽ, അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഒരു വിവേചനത്തിന്റെ അതുപോലെ തന്നെ ഇരു വിഭാഗത്തെയും അടർന്നിനെ ഭിന്നിപ്പിച്ച് മറ്റൊരു വിഭാഗത്തെ കൂടെ നിർത്തുവാനുള്ള വളരെ മോശമായ ഒരു രാഷ്ട്രീയം CPM ഇവിടെ കളിക്കുകയാണ് എന്ന്. ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. എനിക്കറിയാമല്ലോ, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ആ അദ്ദേഹം പറഞ്ഞ വർത്തമാനം കേരളത്തിലെ ഒരു മുസ്ലിം പ്രതിനിധിയാണ് പറഞ്ഞത് എന്ന് വെക്കുക. ഒരു മുസ്ലിം മതപണ്ഡിതൻ പറയുകയാണ്, ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ കുറിച്ച് നിങ്ങൾ തീവ്രവാദികളാണ്, നിങ്ങൾ ഭീകരവാദികളാണ്, നിങ്ങൾ നാടുവിട്ട് പോയിക്കോ എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുക, തൊട്ടടുത്ത ദിവസം അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട റിമാൻഡിലാക്കപ്പെട്ട് ജാമ്യമില്ല കേസ് ചാർജ് ചെയ്ത് അദ്ദേഹം റിമാൻഡിൽ പോയിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കില്ല. ഇത് ഞാൻ പറയുന്നത് ഈ ഒരു സ്വഭാവത്തിൽ പെരുമാറുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ്. അവസാനത്തെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഈ പോളറൈസേഷൻ സൃഷ്ടിക്കാൻ CPM കേരളത്തിൽ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയെയും മുസ്ലിം കമ്മ്യൂണിറ്റിക്കും അകത്ത് ഭിന്നിപ്പ് സൃഷ്ടിച്ച് ധ്രുവീകരണ രാഷ്ട്രീയത്തിലൂടെ അധികാരം വാഴാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ മറ്റൊരു ഉദാഹരണം നിങ്ങൾക്കറിയാം. ഡൊമിനിക് മാർട്ടിൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പേര് പറഞ്ഞാൽ ഒരുപക്ഷെ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കളമശ്ശേരിയിലെ പ്രാർത്ഥന നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആരാധനാലയത്തിൽ ബോംബ് ബ്ലാസ്റ്റ് നടത്തിയ ഒരു വ്യക്തിയാണ് ഡൊമിനിക് എന്ന് പറയുന്ന മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തി. ആ ആരാധനാലയത്തിൽ ബോംബ് ബ്ലാസ്റ്റിൽ എത്ര പേര് മരിച്ചോ? 6 പേര് മരിച്ചോ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത ഏറ്റവും ഭീകരമായ കൊലപാതകമാണ് അവിടെ നടന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 6
6 പേര് മരിച്ചോ. അന്ന് വൈകുന്നേരം വരെ ചാനലുകൾ എല്ലാം തന്നെ ഏതാണ്ട് പ്രതിസ്ഥാനത്ത് ഒരു ഭീകരവാദിയെ, തീവ്രവാദിയെ, താടി വെച്ച, തലപ്പാവ് വെച്ച, എന്നിട്ട് അത്തരത്തിൽ മുസ്ലിം ചെറുപ്പക്കാർക്ക് നേരെ പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് നീക്കം വരെ ഉണ്ടായി. എന്താ, എവിടെയാണോ അതായത് ചത്തനിക്കീജനെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പിന്നെ അഥവാ എവിടെയെങ്കിലും ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പിന്നീട് മുസ്ലിം വീടുകളുടെ കതകമുട്ടണമെന്ന ഈ ആഗോള ഇസ്ലാമോഫോബിക്കായ അന്തരീക്ഷത്തിന്റെ സ്വാഭാവികമായ പ്രതീതിയാണെന്ന് നടന്നത്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഡൊമിനിക് എന്ന് എണീറ്റ് നിന്നിട്ട് പറഞ്ഞോ, ഞാനാണ് ആ ബോംബ് സ്ഫോടനം നടത്തിയത് എന്ന്. പിന്നീട് ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവിടുത്തുകാരനാണ്. അദ്ദേഹം ഒറ്റയ്ക്ക് എങ്ങനെയാണ് ചെയ്തത്, അദ്ദേഹത്തിന്റെ സംഘടനയുടെ പേരെന്താണ്, അദ്ദേഹത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ്, അദ്ദേഹം എത്ര യാത്രയാണ് നടത്തിയത്, അദ്ദേഹം ഏത് പുസ്തകമാണ് വായിച്ചത്, അതൊക്കെയാണല്ലോ നമ്മുടെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ പിടികൂടുമ്പോൾ ഉണ്ടാകാറുള്ള റെഫറൻസ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാലോ. പക്ഷേ ഡൊമിനിക്കിന്റെ റെഫറൻസ് നമ്മൾ ആരും അറിഞ്ഞില്ല. ഏറ്റവും അവസാനം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ചുമത്തപ്പെട്ടിരിക്കുന്ന UAP എടുത്തു കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 6-7 പേരെ ഒരു ആരാധനാലയത്തിൽ അല്ലെങ്കിൽ പ്രാർത്ഥന നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഹാളിൽ പോയിട്ട് ബോംബ് ബ്ലാസ്റ്റിലൂടെ കൊന്ന, അതിന് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിക്ക് നേരെ ചുമത്തിയിരിക്കുന്ന UAPയെ കേരള ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശാനുസാരം യഥാർത്ഥത്തിൽ തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരെ മറിച്ച് ഞാൻ പറയുന്നത്, ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ NRC പൗരത്വ സമരവുമായി ബന്ധപ്പെട്ട് UAPയെ ചുമത്തപ്പെട്ടവർക്ക് നേരെയുള്ള കേസിൽ ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് ഈ കളി കളിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് സമൂഹത്തെ പൊളറൈസേഷൻ നടത്തി തങ്ങളുടെ വോട്ടുറപ്പ് വരുത്തുക, രണ്ടാമത്തെ മൈനോറിറ്റിക്കകത്ത് ഈ അർത്ഥത്തിലുള്ള പൊളറൈസേഷൻ സൃഷ്ടിച്ചുകൊണ്ട് തങ്ങളുടെ വോട്ടുറപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് സംഘ് പരിവാറിന്റെ നെറേറ്റീവാണ് എന്ന് CPM ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. സംഘ് പരിവാർ നെറേറ്റീവ് ചില സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ അതിന്റെ തലപ്പത്താര് എന്ന് നോക്കേണ്ടതില്ലാത്ത വിധം ഇന്ന് അത്തരം സ്റ്റേറ്റ്മെന്റുകൾ CPM ഏറ്റെടുത്തു തുടങ്ങിയിരിക്കുന്നു. കേരളത്തിലെ BJPയെ അപ്രസക്തമാക്കുന്ന മൃദു ഹിന്ദുത്വ സമീപനത്തിലേക്ക് എന്തുകൊണ്ടാണ് CPM വഴുതി വീഴുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. മരുന്നിട്ട് കൊടുക്കരുത് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പലപ്പോഴായി പറയാറുണ്ട്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി മരുന്നിട്ട് കൊടുക്കുകയല്ല, മറിച്ച് ഇന്ന് മണ്ണൊരുക്കി കൊടുക്കുകയാണ്. ഈ കേരളത്തിന്റെ മണ്ണിൽ BJPക്ക് മണ്ണൊരുക്കി കൊടുക്കുകയാണ്. ഇസ്ലാമോഫോബിയയുടെ എല്ലാ ആനുകൂല്യങ്ങളും ഉപയോഗിച്ച് ഇസ്ലാം വിരുദ്ധ ഭീതി യഥാർത്ഥത്തിൽ ഈ കേരളീയ സമൂഹത്തിൽ വളർത്തുന്നെടുത്ത അധികാര സംവിധാനത്തെ പ്രയോജനപ്പെടുത്തുകയാണ്. മുൻ അനുഭവങ്ങൾ നമ്മുടെ ഇടതുപക്ഷത്തിനുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യമായിട്ടല്ല, പലപ്പോഴായിട്ട് ഏതാണ്ട് ശരീഅത്ത് വിവാദകാലം മുതൽ നിങ്ങൾ CPMനെ വിലയിരുത്തുന്ന ഘട്ടത്തിൽ പലപ്പോഴായിട്ട് അവരുടെ അകത്തളങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഇസ്ലാം വിരുദ്ധത പലപ്പോഴായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. മുൻ അനുഭവം എന്ന് പറയുന്നത് ഒരു മുൻ മുഖ്യമന്ത്രി തന്നെ നിങ്ങൾക്കറിയാം കേരളത്തെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞത് 10-20 കൊല്ലങ്ങൾ കൊണ്ട് കേരളം മുസ്ലിം രാജ്യമാകാൻ പോവുകയാണ് എന്നുള്ളതാണ്. അതാരെ പ്രീതിപ്പെടുത്താൻ പറഞ്ഞതാണ്. ആ പറഞ്ഞതിന് ശേഷം പിന്നീട് ആ പ്രസ്താവന ആരാണ് ഏറ്റെടുത്തത്? പിന്നീട് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഏറ്റെടുത്തത് യോഗി ആദിത്യനാഥാണ്. യോഗി ആദിത്യനാഥിന് വടികൊടുത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് മലപ്പുറത്തെ കുട്ടികൾ വിജയിക്കുന്നത് കോപ്പി അടിച്ചിട്ടാണ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വംശീയ പ്രയോഗങ്ങൾ മതമില്ലെന്ന് പറയുന്ന മതനിരാസ പ്രസ്ഥാനമായ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു കമ്മ്യൂണിറ്റിക്ക് നേരെ മാത്രം വരുന്നത് എന്നത് ആലോചനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമല്ലേ? നമ്മുടെ മുഖ്യമന്ത്രി ഈ പറയുന്ന പൗരത്വ സമരം നടക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു പൗരത്വ സമരവുമായി ബന്ധപ്പെട്ട് അതിനകത്തേക്ക് തീവ്രവാദികൾ തള്ളിക്കയറുന്നു എന്ന്. കേരളത്തിൽ എവിടെയാണ് സുഹൃത്തുക്കളെ തീവ്രവാദികളുള്ളത്? ആ അർത്ഥത്തിൽ തീവ്രവാദികൾ തള്ളിക്കയറുന്നു എന്ന് പറഞ്ഞ അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഏറ്റെടുത്തതാരാ? അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഏറ്റെടുക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു കേരളത്തിൽ പൗരത്വ സമരത്തിനകത്ത് തീവ്രവാദികളുണ്ട് എന്ന്. ആരാണ് മരുന്നിട്ട് കൊടുത്തത്? നമ്മുടെ മുഖ്യമന്ത്രിയാണ് മരുന്നിട്ട് കൊടുത്തത്. ഈ അനുഭവമുള്ള നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പിന്നീട് അത് സംഭവിക്കാൻ പാടുണ്ടോ? പാടില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയണം, നമ്മുടെ മലപ്പുറത്താണ് നിലകൊള്ളുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഏതാനും കഴിഞ്ഞ സെപ്റ്റംബർ മാസം 29-നോ 30-നോ ആണ് ഇൻഡോ എന്ന് പറയുന്ന ദേശീയ പത്രത്തിന് പോയിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുന്നത്. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് എന്താ?
കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിവാദം കേരളത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പോയിട്ട് പറയുന്നത് മലപ്പുറത്ത് ദേശവിരുദ്ധ പ്രവർത്തനം നടക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പിന്നീട് അതിൽ നിന്ന് പിൻവാങ്ങി. പക്ഷേ ആ 2024 സെപ്റ്റംബർ 16 അദ്ദേഹത്തിന്റെ ബ്രീഫിംഗ് ഉണ്ട്, സെപ്റ്റംബർ 22 അദ്ദേഹത്തിന്റെ ബ്രീഫിംഗ് ഉണ്ട്. അവസാനം അദ്ദേഹം ഹിന്ദു പത്രത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇന്റർവ്യൂ നടത്തിയവരെ തള്ളിപ്പറയുമോ എന്ന് ചോദിച്ചിട്ട് തള്ളിപ്പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു മുഖ്യമന്ത്രി ദേശീയ പത്രത്തിന് കൊടുക്കുന്ന ഇന്റർവ്യൂ എന്ന് പറയുന്നത് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ദേശവിരുദ്ധ പ്രവർത്തനം നടക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതുകൊണ്ട് തീർന്നില്ല. നിങ്ങൾക്കറിയാം, ഈ അടുത്ത പോളിറ്റ് ബ്യൂറോ അംഗം കേരളത്തിൽ യഥാർത്ഥത്തിൽ അത്തരം വകുപ്പിൽപ്പെട്ട ആളുകൾ വളരെ പരിമിതമാണ്. ഇതാണ് പരിമിതമായ ആളുകളുടെ അവസ്ഥ എങ്കിൽ ആധിക്യമുള്ളവരുടെ അവസ്ഥ എന്താകുമെന്നുള്ളത് ആലോചിക്കാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്താ? അദ്ദേഹം പറഞ്ഞത്, ഈ വയനാട്, ഞങ്ങൾ സംസാരിക്കുന്നത് വയനാട് മണ്ഡലത്തിലാണ്, എൻ്റെ പ്രിയപ്പെട്ട വയനാട് മണ്ഡലത്തിലെ വോട്ടർമാർ, ഞാൻ ഈ നാട്ടുകാരനാണ്, വയനാട് മണ്ഡലത്തിലെ വോട്ടർമാരെന്ന് കേൾക്കണം. അദ്ദേഹം പറഞ്ഞത് എന്താ? ഈ വയനാട് ജില്ലയിൽ വയനാട് മണ്ഡലത്തിൽ ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധി വിജയിച്ചത് മുമ്പിലും പിന്നിലും തീവ്രവാദികൾ അണിനിരന്നത് കൊണ്ടാണ് എന്നുള്ളതാണ്. മുമ്പിലും പിന്നിലും തീവ്രവാദികൾ അണിനിരന്നു എന്നുള്ളതുകൊണ്ടാണ്. തങ്ങൾ തോറ്റോ എന്നത് അംഗീകരിക്കുന്നതിന് പകരം, വിജയത്തെ അംഗീകരിക്കുന്നതിന് പകരം അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനം ഇങ്ങനെ പറയാൻ പാടുണ്ടോ? 70,000-70,000 വോട്ട് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ സോണിയാഗാന്ധി, ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ 70,000 വോട്ട് എവിടെ നിന്നാ വന്നത്? എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് വോട്ട് കുറഞ്ഞത്? അപ്പോൾ മുമ്പിലും പിമ്പിലുമുള്ളവരുടെ കൂട്ടത്തിൽ അവരും ഉണ്ടായിരുന്നോ? അതെന്റെ രാഷ്ട്രീയ പ്രശ്നമല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, എന്തിനാണ് അവരവരുടെ പരാജയത്തിന്റെ പേരിൽ ഒരു കമ്മ്യൂണിറ്റിയെ അപരവൽക്കരിക്കുന്ന ഇസ്ലാമോഫോബിക്കായ സ്റ്റേറ്റ്മെന്റ് ഇവർ നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ വിചാരിച്ചോ അദ്ദേഹത്തിന് തെറ്റുപറ്റിയതായിരിക്കുമെന്ന്? അതൊക്കെ കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ശ്രീ ഗോവിന്ദ മാഷ് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വലിയ പണിയാണ്. ഏറ്റവും അവസാനം മാഷ് പറഞ്ഞ തിയറി AI തിയറിയാണ്. അതിപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല, കേരളത്തിൽ CPM-ന് മനസ്സിലായിട്ടില്ല, നമുക്കാർക്കും മനസ്സിലായിട്ടില്ല. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. പക്ഷേ മാഷ് പറഞ്ഞോ, മറ്റൊന്നുമല്ല പറഞ്ഞത്, വയനാട് വിജയിച്ചതിന്റെ പേര് ഞങ്ങൾ പറയുമ്പോൾ ആർക്കും ദേഷ്യം വരേണ്ട കാര്യമില്ല. എന്താണ് അദ്ദേഹം പറഞ്ഞത്? യഥാർത്ഥത്തിൽ വയനാടിൽ ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധി വിജയിച്ചത് മുസ്ലിം സാന്ദ്രതയുള്ള ജില്ലയുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മുസ്ലിം സാന്ദ്രതയുള്ള മണ്ഡലം വയനാട് മണ്ഡലത്തിലുള്ളത് കൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, മലപ്പുറത്ത് 3 മുസ്ലിം സാന്ദ്രതയുള്ള മണ്ഡലം, അതുപോലെ തന്നെ കോഴിക്കോട് 2 മുസ്ലിം സാന്ദ്രതയുള്ള മണ്ഡലം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഏതോ എറണാകുളത്ത് ഒരു സ്ഥാനാർത്ഥി വിജയിച്ചാൽ അവിടെ വിജയിച്ചത് ക്രൈസ്തവ സാന്ദ്രതയുള്ള മണ്ഡലമായതുകൊണ്ടാണ്. ആലപ്പുഴ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചാൽ അവിടെ വിജയിച്ചത് ഈഴവ സാന്ദ്രതയുള്ള മണ്ഡലമായതുകൊണ്ടാണ്. നമ്മുടെ ആരെങ്കിലും പറയാറുണ്ടോ? CPM അങ്ങനെ വിലയിരുത്താറുണ്ടോ? പാർട്ടി സെക്രട്ടറി അങ്ങനെ പത്രസമ്മേളനം നടത്താറുണ്ടോ? എന്താ മുസ്ലിം സാന്ദ്രതയുള്ള ഒരു മണ്ഡലമാണ് എന്നുള്ളത് ഏതോ അപകടം പോലെ പറയുന്നത് എന്തുകൊണ്ടാണ്? മെക്സവനുമായി ബന്ധപ്പെട്ടോ അതേ സ്റ്റേറ്റ്മെന്റ് ആണ് നടത്തിയത്. മെക്സവന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറഞ്ഞു. നിങ്ങളുടെ നാട്ടുകാരൻ എന്ന അർത്ഥത്തിൽ ഞാൻ ഏതാണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക സംഭവങ്ങളുടെയും പിന്നിൽ എത്ര ആസൂത്രിതമായാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് മെക്സവനുമായി ബന്ധപ്പെട്ട വിഷയമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് സഹിക്കാം. അത് കഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത്, എറണാകുളത്തെയും അതുപോലെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതകൾക്കിടയിലുള്ള പ്രശ്നത്തിന്റെ കാരണക്കാരൻ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് കാസയാണ് പറഞ്ഞത്. അപ്പൊ കാസയും അതുപോലെ തന്നെ കമ്മ്യൂണിസവും എങ്ങനെയാണ് ഒരേ ലാംഗ്വേജിൽ ഒരേ ഭാഷയിൽ എത്തിപ്പെടുന്നത് എന്നത് കേരളത്തോട് വിശദീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. തങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ, നേരത്തെ നഹാസ് സാഹിബ് ഇത് സൂചിപ്പിച്ചിരുന്നു, തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവർക്ക് എളുപ്പം ചാർത്താവുന്ന, അതൊരു മുസൽമാനാണ് എങ്കിൽ എളുപ്പം ചാർത്താവുന്ന ചാപ്പയായിട്ട് തീവ്രവാദം മാറിയത് എന്തുകൊണ്ടാണ്? ഞാൻ നിൽക്കുന്നത് നിലമ്പൂരിലാണ്. നിലമ്പൂർ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തവണയും ഇത്തവണയും നിലമ്പൂരിൽ ഒരു MLA ഉണ്ട്. ആ MLA-യുടെ പേര് PV അൻവർ എന്നുള്ളതാണ്. ആ PV അൻവർ അവരുടെ സ്വന്തം MLA ആണ്. അദ്ദേഹം അവരോട് വിയോജിച്ചപ്പോൾ അദ്ദേഹം ഒരു മുസൽമാനാണെന്നുള്ളത് കൊണ്ട് അടുത്ത ചാപ്പ വന്നോ, ഈ പറയുന്ന അൻവറിന്റെ പിന്നിൽ തീവ്രവാദികളാണ്. ഞാൻ പറയുന്ന അൻവറിന്റെ ഇതിനോട് ഞാൻ യോജിക്കാനോ വിയോജിക്കാനോ ഞാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുന്നില്ല. പക്ഷേ
അൻവർ തൻ്റെ പാർട്ടിക്കകത്ത് വിയോജിക്കുമ്പോൾ ഏതോ അർത്ഥത്തിൽ അദ്ദേഹത്തിന് അതിനു മുമ്പ് പല പ്രയോഗങ്ങളുണ്ടല്ലോ, കുലംകുത്തികൾ, ഒരുപാട് പ്രയോഗങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ സമൂഹത്തിന് നേരെ വിയോജിക്കുന്നവർക്ക് നേരെ പ്രയോഗിക്കാറുണ്ട്. അതൊന്നുമല്ല പ്രയോഗിച്ചത്, തീവ്രവാദികളാണ് അദ്ദേഹത്തിന്റെ പിന്നിൽ അൻവറിനെ തീവ്രവാദിയാക്കുന്നു. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? യാദൃച്ഛികമല്ല. മുൻ മന്ത്രി കടകംപള്ളി പറഞ്ഞത് മലപ്പുറത്തിന്റെ ഉള്ളടക്കം യഥാർത്ഥത്തിൽ വർഗീയമാണ് എന്ന് പറഞ്ഞ സന്ദർഭമുണ്ട്. ഞാൻ മലപ്പുറത്താണ് നിന്ന് സംസാരിക്കുന്നത്. എന്തുകൊണ്ട്? തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ അനുഭവിക്കുന്ന തങ്ങളുടെ നയവൈകല്യത്തിന്റെ ഭാഗമായി തങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പരാജയത്തിന്റെ ഒരു കമ്മ്യൂണിറ്റി അപരവൽക്കരിക്കുന്നു എന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മതത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ഇത് സംസാരിക്കുമ്പോൾ മതത്തിന്റെ അടിത്തറയിൽ നിന്നത് പറയാൻ പാടുണ്ടോ എന്നാണ് ചോദ്യം. മതം ഇങ്ങനെ എന്തിനാണ് രാഷ്ട്രീയത്തിൽ സംസാരിക്കുന്നത് എന്നാണ് ചോദ്യം. ഞാൻ സംസാരിക്കുന്നത് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ മണ്ണിലാണ്. ഞാൻ സംസാരിക്കുന്നത് ആലി മുസ്ലിയാരുടെ മണ്ണിലാണ്. ഞാൻ സംസാരിക്കുന്നത് ബ്രിട്ടീഷുകാർ നാടുകടത്തിയ മമ്പറം മലവിത്തങ്ങളുടെ മണ്ണിലാണ്. ഞാൻ സംസാരിക്കുന്നത് വെളിയങ്കോട് ഉമ്മർ ഖാദിയുടെ മണ്ണിലാണ്. ഞാൻ മനസ്സിലാക്കുന്നത് വെളിയങ്കോട് ഉമ്മർ ഖാദിയുടെയും മമ്പറം മലവിത്തങ്ങളുടെയും ആലി മുസ്ലിയാരുടെയും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും മോട്ടിവേഷൻ മാർക്സ് അല്ലായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എംഗൽസ് അല്ലായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധ ദീനുൽ ഇസ്ലാമായിരുന്നു എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദീനിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ദീനുൽ ഇസ്ലാമിന്റെ മോട്ടീവിൽ നിന്നുകൊണ്ട് സമൂഹത്തിൽ സ്വാതന്ത്ര്യ സമരം നടത്തിയ മുൻഗാമികളുടെയും പൂർവികന്മാരുടെയും കൂടെ നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഇടപെടുന്ന അതിന്റെ തുടർച്ചയാണ് ഈ കാലഘട്ടത്തിൽ ഞങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ വിവേകം ഈ രാജ്യത്ത് CPM-ന് ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരൊറ്റക്കാര്യം ഞാൻ പറയുന്നത്, വർഗരാഷ്ട്രീയത്തിൽ നിന്ന് നിങ്ങൾ വർഗീയ രാഷ്ട്രീയത്തിലേക്ക് കൂടുമാറരുത്. അങ്ങനെ കൂടുമാറിക്കഴിഞ്ഞാൽ പാർട്ടി വിടുന്നവൻ പിന്നെ പോയി കയറുന്ന പാർട്ടി ഓഫീസ് എന്ന് പറയുന്നത് മാരാർജി ഭവനായി തീരുന്നത് യാദൃച്ഛികമായിരിക്കുകയില്ല എന്ന് സാന്ദർഭികമായി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് കേരളത്തിന് അപകടകരമാണ്. ഇത് സമുദായത്തിന് അപകടകരമാണ്. ഞാൻ കേരളീയ സമൂഹത്തിൽ ഞാൻ കാണുന്ന ഒരു സാധ്യത, ഇടതും വലതും ബലാബലം നിൽക്കുന്ന ഈ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇടത് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഗുണഭോക്താക്കളാകാൻ പോകുന്നത് സംഘപരിവാറാണെന്ന് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ വിവേകം യഥാർത്ഥത്തിൽ അവരെ കാണിക്കണമെന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ മാത്രമാണ് പറയുന്നത്. അപ്പോഴെന്തിനാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഞങ്ങൾ പറയുമ്പോഴെന്തിനാണ് കുഴപ്പമുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് മാത്രമാണോ പറയുന്നത്? ഈ അടുത്ത് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് സ്ത്രീ പുരുഷ തുല്യതയെ കുറിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു സ്ത്രീകളും പുരുഷന്മാരും ഇടകലരരുത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഒരു മതപണ്ഡിതന്റെ ഭാഗത്തിൽ നിന്ന് വന്നു. അദ്ദേഹത്തോട് മറ്റു പല കാര്യങ്ങളിലും യോജിപ്പുണ്ട് എങ്കിലും അദ്ദേഹം അപ്പറഞ്ഞത് കാര്യമാണ് എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ മെക്സവനിലല്ല, അല്ലാത്ത ഇടങ്ങളിലെല്ലാം ഇടകലരുന്നിടത്ത് സൂക്ഷ്മത പാലിക്കണം എന്നത് നമുക്ക് ഉൾക്കൊള്ളാവുന്ന കാര്യമാണ്. ഉടനെ തന്നെ എന്താ വന്നത്? സ്ത്രീ പുരുഷ തുല്യതയെ നിരാകരിക്കുന്നവരെ എന്താണ് വിളിക്കേണ്ടത് എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? മുസ്ലിം സ്കോളർഷിപ്പ് ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ മുസ്ലിം സ്കോളർഷിപ്പ് 50% കട്ട് ചെയ്തിരിക്കുന്നു. ആര്? മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുന്നവർ 50% കട്ട് ചെയ്ത കേരളത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാലോ, സമസ്തയെ കുറിച്ച് പറഞ്ഞില്ലേ? ഒരു ഘട്ടത്തിൽ സമസ്തക്കകത്ത് സുപ്രഭാതത്തിനകത്ത് നിങ്ങൾക്കറിയാവുന്നതുപോലെ ചില ആളുകളൊക്കെ പണിയെടുക്കുന്നത് എന്താണ് എന്ന് നമുക്കൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ആ സുപ്രഭാതത്തിനകത്ത് ഒരു ലേഖനം വന്നു. ആ ലേഖനം യഥാർത്ഥത്തിൽ CPM-മായി ബന്ധപ്പെട്ട വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ലേഖനമാണ്. അതിനോട് നമ്മുടെ പാർട്ടി ലീഡറുടെ ഭാഗത്ത് നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് വന്നത് മനസ്സിൽ വർഗീയ ചിന്തയുള്ളവരാണ് സമസ്തക്കാർ എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയെ മാത്രമാണോ CPM വർഗീയ ചാപ്പ കുത്തിയിട്ടുള്ളത്? ജമാഅത്തെ ഇസ്ലാമിയെ മാത്രമാണോ CPM തീവ്രവാദ ചാപ്പ കുത്തിയിട്ടുള്ളത്? ഇനി ഞാൻ പറയുന്നില്ല. നിങ്ങൾ പറ്റുമെങ്കിൽ ശ്രീ P. ജയരാജൻ അവസാനമായി പുറത്തിറക്കിയ പുസ്തകം എന്നെടുത്ത് പരിശോധിച്ച് നോക്കുക. ആ പുസ്തകം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു മതസംഘടനയും CPM-ന്റെ തീവ്രവാദ ചാപ്പയിൽ ചാർത്തപ്പെടാത്തവരായിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതിൻ്റെ ആമുഖം തുടങ്ങുന്നത് തന്നെ ശ്രീ പാലോളിയുടെ മുസ്ലിം ലീഗിന് നേരെയുള്ള കടന്നാക്രമണത്തോടു കൂടിയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും KNM-നെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ PDP-യെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. PDP എന്ന് പറയുന്നത്
എല്ലാ ഘട്ടത്തിലും CPM-ന്റെ കൂടെ നിന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഈ 2024 ഇലക്ഷനിലും PDP അവരുടെ കൂടെയാണ് നിന്നത്. ആ പറയുന്ന PDP-യെ കുറിച്ച് ഈ പുസ്തകത്തിനകത്ത് പറയുന്നത് കേരളത്തിലെ ചെറുപ്പക്കാർക്കകത്ത് തീവ്രവാദത്തിന്റെ വിത്തുപാകിയത് അബ്ദുൽ നാസർ മഅ്ദനിയും അതുപോലെ തന്നെ PDP-യുമാണ് എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ആരാണ് ബാക്കി? KNM-നെ കുറിച്ച് പറയുന്നുണ്ട്. KNM-നകത്ത് ഒരു പണ്ഡിതനെ കുറിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല കാന്തപുരം വിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവരാണ് പരിശോധിക്കേണ്ടത്. ഞാൻ പറയുന്നത് അതിനകത്ത് പറയുന്നത് ജമിയത്തുൽ ഇഹ്സാനിയ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ടൈഗർ സുന്നി എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതെല്ലാം അപ്രിഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണോ? അതെല്ലാം മഹത്വവൽക്കരിക്കുന്നതിന് വേണ്ടി പറയുന്നതാണോ? അഥവാ കേരളത്തിലെ മുസ്ലിം നവാന്തര വിഭാഗങ്ങൾ എന്ന് പറയുന്നത് എക്സ്ട്രീമിസ്റ്റ് ലൈൻ സ്വീകരിക്കുന്നവരാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി കേരളത്തിൽ വ്യത്യസ്ത നാമകരണത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മുസ്ലിം സംഘടനകളെയും മേലെ തീവ്രവാദ ചാപ്പകുത്തി പുസ്തകം ഇറങ്ങുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ എന്താണ് അവരുടെ രാഷ്ട്രീയ നിലപാട്? ജമാഅത്തെ ഇസ്ലാമിയെ വിട്ടേക്ക്. ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ വിമർശനങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തേതല്ല. ജന്മം കൊണ്ട് അന്ന് മുതൽ തന്നെ വിമർശനങ്ങളുടെ കൂരമ്പുകളേറ്റ അതിനെ അഭിമുഖീകരിച്ചും അതിജീവിച്ചും നല്ല പ്രതിരോധ പാടവത്തിൽ വളർന്ന ഒരു പ്രസ്ഥാനമായതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ അത്രയൊന്നുമില്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ കുനിയാൻ പറയുമ്പോൾ കുനിയുകയും പാകപ്പെടുകയും പാകപ്പെടുത്തപ്പെടുകയും ഒക്കെ ചെയ്ത എല്ലാ വിഭാഗത്തെയും നിങ്ങൾ എന്തിനാണ് ഈ തീവ്രവാദ ചാർത്തുന്നത് എന്ന് ആലോചിക്കേണ്ടത്. ഞാൻ പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യം, ഈ അന്വേഷണം, ഈ കാറ്റഗറൈസ് ചെയ്തുകൊണ്ടുള്ള ഈ ചാപ്പകുത്തൽ എന്തേ NSS-ന് നേരെ നടക്കാത്തത്? എന്തേ SNDP-ക്ക് നേരെ നടത്താത്തത്? എന്തേ BJP-യുടെ ഘടകകക്ഷിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന BDJS-ന് തന്നെ നടക്കാത്തത്? എന്തേ ഇത്രയും കാലം ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നടത്തിയ പ്രസ്താവനയുടെ ഒരു 0.5% സംഘപരിവാറിന് നേരെന്ന പോലെ കാസക്ക് നേരെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തിൽ നിന്നുണ്ടാകാത്തത്? കാസക്ക് നേരെ വിമർശനമില്ല, സംഘപരിവാറിന് നേരെ വിമർശനമില്ല, അതുപോലെ തന്നെ BDJS-ന് നേരെ വിമർശനമില്ല. ആകെ കേരളത്തിന്റെ പ്രശ്നം മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുമാണ്. അതല്ലെങ്കിൽ അതുപോലെയുള്ള മതസംഘടനകളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പാണക്കാട് ശിഹാബ് തങ്ങളെ യോഗി ആദിത്യനാഥിനോട് ഉപമിച്ചത് കൊടിയേരി സഖാവാണ്. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് സംസാരിക്കേണ്ടി വരുന്നത്. ഈ സമീപനം അപകടകരമാണ് എന്ന്, ഇത് വർഗീയ ധ്രുവീകരണത്തിന് വളം വെക്കുന്നതാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനെ മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ് മുസ്ലിം കമ്മ്യൂണിറ്റി. എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച പാരമ്പര്യമാണ് മുസ്ലിം സമുദായത്തിന് കേരളത്തിലുള്ളത് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ശരീഅത്ത് വിവാദ കാലത്ത് നമ്മളെല്ലാവരും അത് കണ്ടതാണ്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് അന്ന് ശരീഅത്ത് വിവാദ കാലത്ത് അഭിമുഖീകരിച്ചത്. NRC CA-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് അതിനെ നേരിട്ടത്. സംവരണത്തിന്റെ വിഷയത്തിൽ ഒറ്റക്കെട്ടായിട്ടാണ് നേരിട്ടത്. 2024 ഇലക്ഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ മുസ്ലിം സമൂഹം ഭിന്നിച്ചു നിന്നതിന്റെ പേരിൽ ഒരു BJP സ്ഥാനാർത്ഥിയും വിജയിക്കാത്ത വിധം മുസ്ലിം കമ്മ്യൂണിറ്റി ദേശീയ തലത്തിൽ സംഘപരിവാറിനെതിരെ ഒറ്റക്കെട്ടായി ഇലക്ഷൻ നേരിട്ട ഒരു ഇലക്ഷനാണ് കഴിഞ്ഞ തവണ പിന്നിട്ടത്. അതുപോലെ തന്നെ വഖഫ് ബില്ലിന്റെ കാര്യത്തിലും കേരളത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാമോഫോബിയയുടെ കാലഘട്ടത്തിലും ഇസ്ലാമിക സമൂഹം, മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായിട്ടാണ് ഇതിനെ നേരിടുന്നത് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. മുജാഹിദ് പ്രസ്ഥാനവുമായിട്ട്, അതുപോലെ തന്നെ സുന്നി പ്രസ്ഥാനങ്ങൾക്കിടയിൽ, അതുപോലെ തന്നെ മറ്റിതര മതസംഘടനകൾക്കിടയിൽ വിയോജിപ്പുകൾ ധാരാളമായിട്ടുണ്ടാകാം. പക്ഷേ ഇസ്ലാമോഫോബിക്കായ ഒരു സിറ്റുവേഷനെ നേരിടുന്നിടത്ത് ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ കാര്യമാണ്. അതേസമയം അതിനകത്തും മഴുത്തായകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം അറിയാത്ത കാര്യമല്ല എന്നുകൂടി സാന്ദർഭികമായി ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. 1980-കളിൽ ശരീഅത്ത് വിവാദ കാലത്ത് ഈ സമുദായത്തെ നെടുക പിളർത്താൻ മഴുത്താഴ അന്വേഷിച്ചവർ വളരെ ഭംഗിയായിട്ട് ഈ സമുദായത്തെ പിളർത്തി എന്നുള്ളത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതേ സ്വഭാവത്തിൽ തന്നെയാണ് ഈ കാലഘട്ടത്തിലും സമുദായത്തിനകത്തും മഴുത്താഴ അന്വേഷിക്കുന്നിടത്താണ് CPM ഉള്ളത്. മഴുത്താഴയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരു വിചാരവുമില്ലാതെ ആയുധമാവുക എന്നുള്ളതാണ്. ഞാൻ പറയുക, അവർ ആത്മപരിശോധന നടത്തണം എന്നുള്ളതാണ്. ആ ഒരർത്ഥത്തിൽ അപവാദമായി ചിലത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം കമ്മ്യൂണിറ്റി
കമ്മ്യൂണിറ്റി ഒറ്റക്കെട്ടായി നിൽക്കുന്നു ഈ കാലഘട്ടത്തിലെ ഇസ്ലാമോഫോബിയയെ തിരിച്ചറിയുന്നിടത്ത് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അഥവാ നിങ്ങൾ ഭിന്നിക്കരുത്, ഭിന്നിച്ചാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ശിഥിലമായി പോകും, പരാജയപ്പെട്ടു പോകാം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒരുപാട് ആരോപണങ്ങൾ ചിത്രത്തിലുണ്ട്. ഞാൻ സമയപരിമിതി കാരണം ഒന്ന് രണ്ടെണ്ണം മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒന്ന്, നമുക്കറിയാം കേരളീയ സമൂഹത്തിനകത്ത് ഉയർന്നു വന്ന ഒരു ആരോപണം എന്ന് പറയുന്ന നേരത്തെ നഹാസ് സാഹിബ് പറഞ്ഞു, സയ്യിദ് മൗദൂദിയെ തള്ളിപ്പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി എന്നാൽ. ജമാഅത്തെ ഇസ്ലാമി സയ്യിദ് മൗദൂദിയെ തള്ളിപ്പറഞ്ഞു എന്നല്ല, ഹൽഖ അമീർ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഹൽഖ അമീർ മൗദൂദിയെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ്. എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനം? എന്താണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാനം? ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാനം ഖുർആനും സുന്നത്തുമാണ്. അള്ളാഹുവിന്റെ റസൂൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ വേദഗ്രന്ഥവുമാണ്. ചരിത്രത്തിൽ പ്രവാചകന്മാർ നിർവഹിച്ച ഉത്തരവാദിത്തമാണ് ജമാഅത്തെ ഇസ്ലാമി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൗദൂദി എന്ന് പറയുന്നതോ, സയ്യിദ് മൗദൂദി, ഉസ്താദ് മൗദൂദി, പണ്ഡിതനായ മൗദൂദി സാഹിബ് എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് രൂപകൽപ്പന ചെയ്ത അതിന്റെ സ്ഥാപക നേതാവാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനം സയ്യിദ് മൗദൂദിയല്ല എന്ന് പറയുമ്പോൾ മൗദൂദിയെ തള്ളി എന്നാണ് പറയുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ സയ്യിദ് മൗദൂദി സാഹിബ് തന്നെ തുടക്കത്തിലെ പറഞ്ഞതാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഷെയ്ഖല്ല, അതുപോലെ തന്നെ ഷെയ്ഖ് മുരീദ് ബന്ധമല്ല, ഇതിന്റെ അടിസ്ഥാനം വിശുദ്ധ ഖുർആനും തിരുച്ചെല്ലിയുമാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെയും തിരുച്ചെല്ലിയുടെയും ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിന് നിരക്കാത്തത് എന്താണോ ചെയ്യുന്നത് അത് തിരുത്താൻ ജമാഅത്തെ ഇസ്ലാമി സന്നദ്ധമാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ മതരാഷ്ട്രവാദികളാണ് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ശാന്തമായി ഇത് കേൾക്കണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് മതരാഷ്ട്രവാദം? മതരാഷ്ട്രവാദത്തെ കേരളത്തിൽ ശക്തമായി, ലോകത്തെ ശക്തമായി എതിർത്ത മതപണ്ഡിതനുണ്ട് എങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അത് സയ്യിദ് മൗദൂദി റഹ്മഹുല്ല തന്നെയാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. യഥാർത്ഥത്തിൽ മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആണ്. മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ രാജ്യത്ത് 3 സ്വഭാവത്തോടു കൂടിയുള്ള രാഷ്ട്രസങ്കല്പമുണ്ട്. ഒന്ന് തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആണ്, മറ്റൊന്ന് റാഷണലിസ്റ്റ് സ്റ്റേറ്റ് ആണ്, മറ്റൊന്ന് ഡിക്റ്റേറ്റർഷിപ്പ് സ്റ്റേറ്റ് ആണ്. ഇത് മൂന്നിനോടും ജമാഅത്തെ ഇസ്ലാമി എതിരാണ്. അഥവാ മതരാഷ്ട്രവാദം എന്ന് പറയുന്ന ഈ പറയുന്ന ക്രൈസ്തവ പൗരോഹിത്യം രൂപപ്പെടുത്തിയെടുത്ത ഏകശിലാത്മകമായ രാഷ്ട്രസങ്കല്പം നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. അതിനകത്ത് മതേതരത്വം, അതിനകത്ത് ജനാധിപത്യമില്ല, അതിനകത്ത് വൈവിധ്യമില്ല, അതിനകത്ത് മറ്റോ അപര ശബ്ദത്തിന് ഇടമില്ല. ഏകപക്ഷീയമായ ഏകാത്മകമായ സാമൂഹ്യ ക്രമമാണ് അത് മുന്നോട്ട് വെക്കുന്നത്. രണ്ടാമത് നമുക്കറിയാവുന്നതുപോലെ റാഷണലിസ്റ്റ് സങ്കല്പമാണ്, അഥവാ വംശീയ ഭരണകൂടമാണ്. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഏകശിലാ സ്വഭാവത്തോടു കൂടിയുള്ള രാഷ്ട്രസങ്കല്പമാണ്. മൂന്നാമത്തേത് ഡിക്റ്റേറ്റർഷിപ്പാണ്, അഥവാ കമ്മ്യൂണിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന സമഗ്രാധിപത്യ രാജ്യക്രമമാണ്. അത് നിങ്ങൾ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിലവിൽ വന്ന വർഗരഹിത സമൂഹത്തിന്റെ സൃഷ്ടിക്ക് ശേഷം രൂപപ്പെട്ടു വന്ന കമ്മ്യൂണിസ്റ്റ് സർവാധിപത്യ രാജ്യത്തെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ സംസാരിക്കുന്നത് മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സംസാരിച്ച നീതിയുടെ ലോകക്രമത്തെ കുറിച്ചാണ്, നിർഭയത്വത്തിന്റെ ഭൂമിയത്തെ കുറിച്ചാണ്, അതുപോലെ തന്നെ നിർഭയത്വം പുലരുന്ന നാടിനെ കുറിച്ചാണ്. പ്രിയമുള്ളവരെ, അത് വിശദീകരിക്കാൻ സമയം അനുവദിക്കുന്നില്ല. ഞാൻ പറയുന്നത് അത് ഇനിയും നമുക്ക് പഠന വിധേയമാക്കാവുന്നതാണ്. അഥവാ മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് സയ്യിദ് മൗദൂദി വിയോജിച്ചതാണ്, ഇസ്ലാമിക പ്രസ്ഥാനം വിയോജിക്കുന്നതാണ്. അതിനപ്പുറത്ത് നീതിയിലും ധർമ്മത്തിലും അധിഷ്ഠിതമായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന നീതിയിൽ അധിഷ്ഠിതമായ സാമൂഹ്യ ക്രമത്തെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ തീവ്രവാദത്തിന്റെ ചാപ്പ കുത്തുന്നുണ്ട്. ഞാൻ പറയുക, ആ തീവ്രവാദത്തിന്റെ ചാപ്പ കുത്തുമ്പോൾ ഇസ്ലാമിക പ്രസ്ഥാനത്തെ ഞങ്ങൾ സോഷ്യൽ ഓഡിറ്റിങ്ങിന് നിങ്ങൾക്ക് വിട്ടുതന്നിരിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരുണ്ട്, അതല്ലാത്തവരുണ്ട്. ഇന്ത്യ രാജ്യത്തെ മൊത്തം നിങ്ങൾ എടുക്കുക, 7.5 പതിറ്റാണ്ട് കാലം സയ്യിദ് മൗദൂദിയുടെ പുസ്തകവും സാഹിത്യങ്ങളും വായിച്ചവരാണ്. ഈ 7.5 പതിറ്റാണ്ടിനിടയ്ക്ക് ഒരാളെ കണ്ടെത്താൻ ഞാൻ പറയുന്നു, അസൈൻമെന്റ് തരുന്നു, ഒരാളെ കണ്ടെത്താൻ അത്തരക്കാരെ നിങ്ങൾക്ക് സാധ്യമാവുകയില്ല എന്നുള്ളതാണ്. കാരണം ജനാധിപത്യത്തിന്റെ ഈ നിയമവ്യവസ്ഥക്കും അകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ച, അള്ളാഹുവിന്റെ വജ്ഹുദ്ദേശിച്ച്
ഉദ്ദേശിച്ച് മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘം പ്രസ്ഥാന പ്രവർത്തകർക്ക് നേരെയാണ് തങ്ങൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ആരാണ് ഉന്നയിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള എല്ലാ കയ്യിലിരിപ്പുമുള്ള ആളുകളാണ്. ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച എന്താണ്? സ്വന്തമായി ബോംബ് കൃഷി നടത്തുന്നവരാണ്, അതുപോലെ തന്നെ സ്വന്തം കൂടെയുള്ള ആളുകളെ വിയോജിപ്പിന്റെ പേരിൽ വെട്ടിനിരത്തുന്നവരാണ്, അതുപോലെ തന്നെ അതിനുവേണ്ടി പ്രത്യേകമായ സംവിധാനങ്ങളുള്ളവരാണ്, കൊട്ടേഷൻ ഉള്ളവരാണ്, അത്തരം ആളുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നവരാണ്, അത്തരം ആളുകളെ ഏറ്റെടുക്കുന്നവരാണ്. മാത്രമല്ല നാം പറയുക, കേരളത്തിൽ ഒരുപക്ഷെ രാഷ്ട്രീയമായ കൊലപാതകത്തിന്റെ പേരിൽ കണ്ണീരുണങ്ങാത്ത ഉമ്മമാരെത്രയുണ്ട്, അതുപോലെ തന്നെ കണ്ണീരുണങ്ങാത്ത അനാഥരായ മക്കൾ എത്രയുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് ഏറ്റെടുക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ തീവ്രവാദം ആരോപിക്കുന്നവർക്കാണ് അത് ഏറ്റെടുക്കേണ്ടി വരിക എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലാരിറ്റിയിൽ പറയുന്നു, ഖുർആനാണ് അതിന്റെ അടിസ്ഥാനം, അതുപോലെ തന്നെ പ്രവാചകന്റെ തിരിച്ചറിയാണ് അതിന്റെ അടിസ്ഥാനം. അതിന്റെ അടിസ്ഥാനത്തിൽ നീതിക്ക് നിലകൊള്ളുന്ന ഒരാദർശ പ്രസ്ഥാനത്തിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കേരളീയ സമൂഹത്തിനകത്ത് ആശയ സ്വാതന്ത്ര്യം, ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച ഇസ്ലാമിക പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം മതവിഭാഗത്തിന്റെ മുമ്പിൽ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയത്തെ പകർന്നു കൊടുക്കുകയും സമുദായത്തിനകത്ത് ഇസ്ലാഹി പ്രവർത്തനം നടത്തുകയും പ്രവർത്തകരുടെ തർബിയത്തും തസ്കിയത്തും നിർവഹിക്കുകയും കേരളീയ സമൂഹവും നമ്മുടെ ചുറ്റുപാടുമുള്ള ജനതയും പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ അവരെ പുനരുദ്ധരിക്കുന്നിടത്ത് എല്ലാ അർത്ഥത്തിലുമുള്ള സേവന സംരംഭങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കേരളത്തിന്റെ മിടിപ്പ് മനസ്സിലാക്കി, കേരളത്തിന്റെ കിതപ്പ് മനസ്സിലാക്കി, കേരളീയ സമൂഹത്തിന്റെ സങ്കീർണമായ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അള്ളാഹുവിന്റെ വചനം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ മതസംഘടനകൾക്കകത്ത് ഇനിയും നിങ്ങൾ പഠിക്കേണ്ടുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ഞാൻ പറയും. ഒരു കൊച്ചു സംഘം ഒരുപാട് യുദ്ധമുഖങ്ങളിൽ നിന്ന് ഒരുപാട് വിമർശനം, പൗരോഹിത്യത്തിന്റെ ഭാഗത്ത് നിന്നുള്ള വിമർശനം, അതുപോലെ തന്നെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നുള്ള വിമർശനം, അതിനോട് മറുപടി പറയൽ ശരിയാക്കാത്തത് കൊണ്ട് തന്നെ ഇസ്ലാമിക പ്രസ്ഥാനത്തെ പലപ്പോഴും നിങ്ങൾക്ക് അതിന്റെ ജിഹ്വകളിൽ നിന്ന് കേൾക്കാനുള്ള അവസരം കുറവാണ്. ഞാൻ പറയുക, നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. ഇന്നും ഇന്നലെയും നടന്ന വിവാദം എന്താണ്? സക്കാത്ത് പിരിച്ചിട്ട് മനുഷ്യരുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്താൻ വേണ്ടി എടുത്ത ചില തീരുമാനത്തിന്റെ പേരിലാണ് ഇന്നും ഇന്നലെയും നടക്കുന്ന വിവാദം. അത് അപകടകരമാണ്, അത് വളരെ കൗതുകകരമാണ്, അത് അത്യന്തം ഭീകരമാണ് എന്ന സ്വഭാവത്തിലാണ് പ്രചരണം നടക്കുന്നത്. അപ്പൊ ഒരു സമൂഹത്തിനകത്ത് ഒരു ചേഞ്ചും അനുവദിക്കാത്ത വിധത്തിലുള്ള ഇത്തരം വിമർശനങ്ങളെ സന്തോഷത്തോടു കൂടി അഭിമുഖീകരിക്കാനും അതേസമയം അത് വെട്ടിത്തെളിയിച്ച വഴിയിലൂടെ, ആദർശത്തിന്റെ വഴിയിലൂടെ അതിന്റെ ധർമ്മം നിർവഹിച്ച് മുന്നോട്ട് പോകുവാനുമാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുന്നു, വിമർശനങ്ങൾ തുടരാം, അതേസമയം തന്നെ ഇസ്ലാമിക പ്രസ്ഥാനത്തെ സത്യസന്ധമായി പഠിക്കാനും മനസ്സിലാക്കാനും അതുപോലെ തന്നെ ആശയവിനിമയം നടത്താനും എന്നെ ശ്രമിക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളും സഹോദരന്മാരും സമയം ഇനിയും കണ്ടെത്തണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ വലിയ സതുദ്യമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം വിടുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.